സോ നമ്മുടെ വിശാൽ നല്ല പ്രായമുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറുമായിട്ട് വരുന്ന ഒരു പുതിയൊരു ചിത്രമാണ് മകുടം. സോ ഇതിൽ മ്യൂസിക് ചെയ്തേക്കണം നമ്മുടെ സ്വന്തം ജി വി പ്രകാശാണ്. സത്യം പറഞ്ഞാൽ ജി വി പ്രകാശിന് ഇപ്പോൾ ഒത്തിരി സിനിമകൾ കിട്ടുന്നുണ്ട്. അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം പുള്ളിക്കാരൻ്റെ ബീജിംസൊക്കെ നമുക്കറിയാമല്ലോ. സോ എന്നാലും ഫസ്റ്റ് നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ഒഫീഷ്യൽ ട്രെയിലറാണ് മകുടം. വിശാൽ, ജി വി പ്രകാശ്, അഞ്ജലി, ദുഷര. അതാരാണെന്നോ ഡയറക്ടറാണ്. ഓക്കെ. ഓ ഒരു ഹൈ ബഡ്ജറ്റ് മൂവി. അതാരാണ് കമ്പനി? കബാലിയാ? ഓക്കെ. ഉള്ള വിശാലിന്റെ പട്ടത്തിൽ വാങ്ങടാ. കബാലിയാടേ. உன்னை பத்தி நிறைய கேள்விப்பட்டிருக்கேன். பேரு லிங்கா. உங்க ஹார்பர்ல தான் சின்ன சின்ன டபுள் ரோலா? லிங்கா முடிவு எடுத்துட்டா அது முடிஞ்சிருச்சுன்னு அர்த்தம். ஓகே. படன்னு பேசுற அழகான ஒரு வைஃப். எங்க அப்பா யாருன்னு தெரியும்ல? லவ் பண்றியா? நீ எதுக்கு என்ன சுத்தி சுத்தி வரேன்னு எனக்கு தெரியும். நீ அப்பா இல்ல எவர மேல செய்யப்படுத்தனோ நான் கொடக்கா. என்ன பொண்ணுடா. என் பொண்ணை கல்யாணம் பண்றவங்களுக்கு கண்டிப்பா கார் இருக்கணும். ട്രിപ്പിൾ റോളാ? അല്ലല്ലേ, ഡബിൾ ആണല്ലേ? நீங்க மட்டும் தான் இளையராஜா ஃபேனா? நாங்க எல்லாரும் இளையராஜா ஃபேன் தான். ഓ റെട്രോ ഫൈറ്റ് ചേട്ടാ. ഇത് മറ്റേ പാട്ടല്ലേടാ? அது மറ്റേ பாட்டல்லே? எத்தனையோ சரக்கு இறக்கி கொடுத்துருக்காரு. ஏன் இந்த சரக்கு மட்டும் பிடிவாதம் பிடிக்கிறாரு? எந்த கப்பல் எந்த திசையிலிருந்து வருது, எந்த விசையில நிக்குதுன்னு லிங்காக்கு தெலுசோ. இன்னைக்கு தேதியில சீக்கிரம் ஆடி. உங்க ஃபேமிலி தான் ட்ரெண்டிங். உன் ஜூஸ் வேணா, உன் காரும் வேணா. வெல்கம் பாய்ஸ். அடி இடி. பைய மேல ஒண்ணும் கைய வச்சிரலையே. அந்த சரக்க நான் இறக்க மாட்டேன். வேற யாரையும் இறக்கவும் விட மாட்டேன். ஓ மகுடம். ഡബിൾ റോൾ തന്നെ. ഉയ്യോ, ഞാൻ വിചാരിച്ച പോലെ തന്നെ കേട്ടോ ഗൈസ്. താണ്ട രണ്ട്. ഇത് എഡിറ്റഡ് വല്ലോ അല്ലേ? അത് എഡിറ്റഡ് ആവാനല്ലേ ചാൻസ് ഉള്ളൂ, കാരണം രണ്ട് വിശാൽ ഇല്ലല്ലോ. സോ ഡബിൾ റോൾ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കൺഫേം കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചു. ഇറ്റ്സ് എ ഡബിൾ റോൾ മൂവി മകുടം. ആക്ച്വലി വിശാലിൻ്റെ പടങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ബഡ്ജറ്റ് ഇച്ചിരി കുറവും കാര്യങ്ങളൊക്കെയാണ്. സോ അതിൻ്റെ കാര്യങ്ങൾ നമുക്കിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. ഇത് എവിടെയാടാ അല്ലേ ഗൈസ്? രാവിലെ നല്ലൊരു ഉറങ്ങാത്തതുകൊണ്ടാണ്, ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. സോ എന്തായാലും ഗൈസ് ട്രെയിലർ അത്യാവശ്യം തരക്കേടില്ല. അതായത് കുറച്ചുകൂടെ ട്രെയിലർ കട്ട് കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആക്കാമായിരുന്നു. അതായത് ഡ്യൂറേഷൻ ഒന്ന് കുറച്ചുകൂടെ ഒരു ത്രില്ലർ പോലെ അല്ല, അതായത് കുറച്ചുകൂടെ ഒരു ഇൻറ്റൻസീവായിട്ടൊക്കെ ട്രെയിലർ കാണിക്കായിരുന്നു. സോ എന്തായാലും എനിക്കറിയില്ല ഇതിപ്പോൾ എന്താ സംഭവം എന്ന്. നമുക്ക് നോക്കാം. പടം ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കാം. സോ എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ട്രെയിലർ എങ്ങനെയുണ്ടായി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമില്ല. ലൈക്ക് നിങ്ങൾ ഫസ്റ്റ് എല്ലാവർക്കും ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.